കുട്ടികൾക്കൊക്കെ വീണ്ടും വീണ്ടും കഫം ഉണ്ടാകുക, അലർജി ഉണ്ടാകുക, അതുപോലെ തന്നെ ജലദോഷം, അലർജി പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ? ഇതിനൊരു പ്രധാന കാരണക്കാരനാണ് നമ്മൾ ഉപയോഗിക്കുന്ന പൗഡർ. കാരണം ഈ പൗഡർ എന്ന് പറയുന്നത് നമ്മൾ ബേബി ശ്വസിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീരെ ചെറിയ ഒരു മൈക്രോൺസ് ആണ് ഈ പൗഡറുകളിലുള്ളത്. നമുക്ക് മൈക്രോസ്കോപ്പിൽ ശരിക്കും കാണാൻ പറ്റില്ല, നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റില്ല. ടാൽക്ക് എന്ന് പറയുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനം ഈ പൗഡറിൽ അടങ്ങിയിട്ടുണ്ട്. നല്ല മണമൊക്കെ കിട്ടും, നമുക്ക് നല്ല ഇഷ്ടമൊക്കെയാണ് കുട്ടികൾക്ക് ആ മണമുള്ളത്. പക്ഷേ ഈ ടാൽക്ക് മൂക്കിലൂടെ അകത്തോട്ട് പോയാൽ ഇത് ശ്വാസകോശത്തിൽ പോയി ഡെപ്പോസിറ്റ് ആവും. പല മീസോത്തീലിയമ എന്നുള്ള ക്യാൻസറുകളാണ് ഇപ്പോൾ ഈ ഒരു സാധനം കാണാൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല, അതിന്റെ എവിഡൻസ് എല്ലാം ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. ജോൺസൺ ആൻഡ് ജോൺസൺസ് ടാൽക്കം പൗഡർ ക്യാൻസറിന് കാരണമാകുന്നുവെന്ന പരാതികളിൽ ഒത്തുതീർപ്പിനൊരുങ്ങി കമ്പനി. $8.9 ബില്യൺ കമ്പനി ഒത്തുതീർപ്പിന് ഒരുങ്ങുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എത്രയോ നാളായിട്ട് കുഞ്ഞുങ്ങൾക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. 1 മുതൽ 5 മൈക്രോൺ സൈസുള്ള ചെറിയ പൊടികൾ നമ്മുടെ ശ്വാസകോശത്തിലൂടെ പോകുള്ളൂ. അത് മൂക്കിലൊന്നും അബ്സോർവായി കിടക്കില്ല. കാരണം മൂക്കിലൊക്കെ നനവുണ്ടെങ്കിലും ചെറിയതാണെങ്കിൽ ഇങ്ങനെ അകത്തോട്ട് പോകും. കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് മീസോത്തീലിയമ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, ചുമയുണ്ടാവാം, വിട്ടുമാറാത്ത അലർജി ഉണ്ടാവാം, കഫം ഉണ്ടാവാം, കുട്ടികൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഒരു കാരണവശാലും ഇത് ചെയ്യരുത്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.